അമേരിക്കയിൽ H1B വിസയിൽ ജോലി ചെയ്യുന്ന മലയാളി IT പ്രൊഫഷണലുകൾക്കും IT കൺസൾട്ടൻസി കമ്പനികളിലൂടെ ഗ്രീൻ കാർഡ് നേടാൻ ശ്രമിക്കുന്ന പ്രവാസികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ US-ൽ നിന്നും വരുന്നത്. അമേരിക്കയിൽ ഏകദേശം 12 വർഷം ജോലി ചെയ്ത ഒരു ഇന്ത്യൻ വനിതയ്ക്ക് ഒടുവിൽ രാജ്യം വിടേണ്ടി വന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കാരണം അവർ ജോലി ചെയ്തിരുന്ന IT കൺസൾട്ടൻസി കമ്പനി പ്രൊജക്റ്റ് ഇല്ലാത്ത സമയത്ത് ശമ്പളം നൽകിയിരുന്നില്ല. ആ സമയത്ത് പേറോളുകൾ നടന്നിരുന്നില്ല. പിന്നീട് അവർ മറ്റൊരു കമ്പനിയിലേക്ക് H1B വിസ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. USCIS പഴയ ശമ്പള രേഖകളായ പേ സ്ലിപ്പുകൾ ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യമായ മാസങ്ങളിലെ പേ സ്ലിപ്പുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതോടെ അവർ നിയമപരമായ H1B സ്റ്റേറ്റസ് നിലനിർത്തിയിരുന്നില്ല എന്ന് USCIS കണ്ടെത്തി. അവസാനം വിസ റദ്ദാക്കപ്പെടുകയും അമേരിക്ക വിടേണ്ടി വരികയും ചെയ്തു. അമേരിക്കയിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടും ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വന്നത് നിരവധി H1B ജീവനക്കാർക്ക് വലിയ മുന്നറിയിപ്പാണ്. ഇവിടെ ഓരോ H1B ജീവനക്കാരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രധാന നിയമമുണ്ട്. ഒരു കമ്പനി നിങ്ങളെ H1B വിസയിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലയന്റ് പ്രോജക്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിയമപ്രകാരം കമ്പനി ശമ്പളം നൽകേണ്ട ബാധ്യതയുണ്ട്. എന്നാൽ ചില കൺസൾട്ടൻസി കമ്പനികൾ പ്രൊജക്ട് ഇല്ലെന്ന കാരണത്താൽ മാസങ്ങളോളം ശമ്പളം നൽകാതെ ജീവനക്കാരെ കാത്തിരിപ്പിക്കാറുണ്ട്. അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. കാരണം H1B ട്രാൻസ്ഫറിനും H1B എക്സ്റ്റൻഷനും ചിലപ്പോൾ ഗ്രീൻ കാർഡ് നടപടികൾക്കും USCIS ശമ്പള രേഖകൾ ആവശ്യപ്പെടാം. ആ സമയത്ത് പേ സ്ലിപ്പുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ സ്റ്റേറ്റസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ H1B വിസയിൽ ജോലി ചെയ്യുന്നവർ 3 കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. ഒന്നാമതായി, കമ്പനി ശമ്പളം നൽകുന്നില്ലെങ്കിൽ അത് സാധാരണ കാര്യമാണെന്ന് കരുതി മിണ്ടാതിരിക്കരുത്. ആവശ്യമെങ്കിൽ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിൽ പരാതി നൽകാം. അത് നിങ്ങളുടെ അവകാശമാണ്. രണ്ടാമതായി, ജോലി നഷ്ടപ്പെടുകയോ പേറോൾ നിൽക്കുകയോ ചെയ്താൽ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. ആവശ്യമെങ്കിൽ H4 പോലെയുള്ള മറ്റൊരു യോഗ്യമായ സ്റ്റേറ്റസിലേക്കോ സാഹചര്യത്തിന് അനുയോജ്യമായ മറ്റ് നിയമപരമായ മാർഗങ്ങളിലേക്കോ മാറുന്നതിനെ കുറിച്ച് ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകന്റെ ഉപദേശം തേടുക. മൂന്നാമതായി, പുതിയ കൺസൾട്ടൻസി കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രൊജക്റ്റ് ഇല്ലാത്ത സമയത്തും ശമ്പളം നൽകുമോ എന്ന് മുൻകൂട്ടി ഉറപ്പാക്കുക. ഓരോ മാസവും ലഭിക്കുന്ന പേ സ്ലിപ്പുകൾ, W2, ടാക്സ് റിട്ടേൺ തുടങ്ങിയ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുകയും അവയിലെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ, അമേരിക്കയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം H1B സ്റ്റേറ്റസ് സുരക്ഷിതമാക്കണമെന്നില്ല. നിങ്ങളുടെ ശമ്പള രേഖകളിലും പേറോളും കൃത്യമായി സൂക്ഷിക്കുന്നതും നിയമങ്ങൾ പാലിക്കുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ഒരു ചെറിയ അശ്രദ്ധ പോലും ഭാവിയിൽ വിസ, ജോലി, ഗ്രീൻ കാർഡ് എന്നിവയെ ബാധിച്ചേക്കാം. അതുകൊണ്ട് വിശ്വസനീയമായ കമ്പനികൾ മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കുക. സംശയങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഒരു പരിചയസമ്പന്നനായ ഇമിഗ്രേഷൻ അഭിഭാഷകന്റെ ഉപദേശം തേടുക. അമേരിക്കൻ വിസ, H1B, ഗ്രീൻ കാർഡ്, USCIS അപ്ഡേറ്റുകൾ, പ്രവാസി വാർത്തകൾ എന്നിവ കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.